ഗവൺമെൻറ് LP സ്കൂൾ ചുള്ളി എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു LP സ്കൂളാണ്. എൻ്റെ മക്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഈ സ്കൂളിൽ നിന്നാണ് ആരംഭിച്ചത്. ഈ സ്കൂളിലെ ഒരു പ്രത്യേകതയാണ് പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടി പിറന്നാൾ ദിവസം വീട്ടിൽ നിന്ന് എന്തെങ്കിലും പച്ചക്കറികൾ സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ചോക്ലേറ്റ്, മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോകാറ് പതിവുള്ളത്. പക്ഷേ ഇവിടെ അധ്യാപകർ കുട്ടികളോട് പറഞ്ഞുള്ള കാര്യം, നിങ്ങൾ വീട്ടിലുണ്ടായ പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. തേങ്ങ, കപ്പങ്ങ, കപ്പ, ചേന, ചേമ്പ് അങ്ങനെയുള്ള പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടകളിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങി കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നതിനേക്കാളും നല്ലത് പച്ചക്കറികൾ എന്തെങ്കിലും വാങ്ങി സ്കൂളിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് അന്നത്തെ ദിവസം ഉച്ചഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കറികൾ ഉണ്ടാക്കി ഉച്ചഭക്ഷണത്തിനോട് കഴിക്കുക എന്നുള്ളൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണല്ലേ. ഇന്ന് രാവിലെ സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു പോസ്റ്റാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന എല്ലാ സ്കൂളുകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഗവൺമെൻറ് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഒരു കുട്ടിക്ക് കണക്കാക്കി നൽകുന്ന തുക ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കറികളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഗവൺമെൻറ്റിനും അറിയാം, അവിടെയുള്ള അധ്യാപകർക്കും അറിയാം, ഓരോ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന PTA അറിയാം. ഒട്ടുമിക്ക സ്കൂളുകളിലും അവിടെ തന്നെയുള്ള അധ്യാപകരാണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഇത്തരത്തിൽ ഷോർട്ട് വരുന്ന പൈസ മാനേജ് ചെയ്യാറുള്ളത്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ വീടുകളിൽ നിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ചെറിയ സ്കൂളുകളെ സംബന്ധിച്ച് അത് വലിയ ഒരു സഹായമാവും. ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ആശയങ്ങൾ കൂടുതൽ സ്കൂളുകളിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ള സ്കൂളിലെ അധ്യാപകരും PTA അംഗങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മാതൃകയാക്കാൻ ശ്രമിക്കണം എന്നുകൂടി പറയാണ്.